അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി. അതിലേക്കായിട്ട് 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ, ബിരിയാണിക്ക് പറ്റിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ തൈര് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു കുക്കർ എടുത്ത് അതിൽ അല്പം ഓയിൽ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്തൊന്ന് വഴറ്റി പകുതി വാടി വരുമ്പോൾ 2 സബോള അരിഞ്ഞത് ഇട്ടിട്ട് പിന്നെ പകുതി വാടി വരുമ്പോൾ അതിൽ മല്ലി, പുതിന ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഇതെല്ലാം. മുളക് പൊടി 1 സ്പൂണ് ചേർത്തുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി മുമ്പേ ചേർത്തുണ്ട്. അപ്പോൾ എരിവ് പാകാവാൻ കൂടി പോവാതിരിക്കാൻ നോക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടിയൊക്കെ 1 ടീസ്പൂൺ ചേർത്ത് 1 സ്പൂൺ തൈരും ചേർത്തിട്ട് തൈര് ഒരു സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് അല്പം മാത്രം ഉപ്പ്, അതൊക്കെ ചേർത്തിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് മൂക്കാൻ വെക്കുക. പിന്നെ ചിക്കൻ വേവിച്ച് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ അതിലിട്ടു. അല്പം മാത്രം ഉപ്പും മറ്റേ ചിക്കനിൽ ചേർത്തുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പം അതങ്ങനെ ചേർത്ത് ഒന്ന് വഴറ്റി ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് വേവിക്കുക. 2 വിസിൽ, കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരാൻ വെക്കുക. നന്നായിട്ട് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കുക കുക്കർ. 2 വിസിൽ വന്ന കുക്കർ ഇറക്കി വയ്ക്കാം. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് 250 ml കൊള്ളണ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ബസ്മതി അരി. അത് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 ഏലക്കായ, ഒരു പട്ടയുടെ ഇല, ഒരു 4 കരയാമ്പൂ ഒക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക. കറുവപ്പട്ട ഉണ്ടെങ്കിൽ 1 കഷ്ണം കറുവപ്പട്ട ഇടാം. ഷാജീരകം ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പം എൻ്റെ അടുത്ത് അത് രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജീരകം ഇട്ടു. ഇതൊക്കെ എല്ലാം ഇട്ടിട്ട് വെള്ളം തിളച്ച് വന്നു. അപ്പം അതിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ടു. അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അല്പം മാത്രം നെയ്യ്, 1 സ്പൂൺ നെയ്യും ഇടാം. അങ്ങനെ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. 3/4 വേവാകുമ്പോൾ അത് ഇറക്കി വയ്ക്കാം. നെയ്യ് 1 സ്പൂൺ ചേർത്തുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് ഇറക്കി വയ്ക്കാം. പിന്നെ ചെറിയൊരു കടായി വെച്ചിട്ട് അതിൽ ഒരു ഉള്ളി, സബോള അരിഞ്ഞത് മൂപ്പിച്ചെടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും വാട്ടി വേവിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും പാകത്തിന് വറുത്തെടുത്തു. പിന്നെ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ കുക്കർ തുറന്ന് വേവ് പാകാക്കിയിട്ട്, വെള്ളമൊക്കെ പാകാക്കിയിട്ട് അതിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചു. 1 സ്പൂണോ 1.5 സ്പൂണ് തൈരും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റി, കുറച്ച് നേരം ഒന്ന് വഴറ്റി അതിൻ്റെ മീതെ ആവശ്യത്തിനുള്ള ചോറ് വിതറി. പിന്നെ അതിൽ മൂപ്പിച്ച് വെച്ച ഉള്ളിയും സബോളയും മല്ലിയിലും പുതിനയിലും ഒക്കെ ഒന്ന് അതിൻ്റെ മീതെ ഇട്ടു. പിന്നെ ഒരു ലെയറും കൂടി ചോറ് ഇട്ടു. അതിൻ്റെ മീതെ വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി വിതറിയിട്ടു. കുക്കർ വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ അടച്ചു വെക്കണം.
ഒരു 10-15 മിനിറ്റ് ഏറ്റവും സ്ലിമ്മിലിട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയായി. ഏറ്റവും ഹെൽത്തി, എണ്ണയും നെയ്യൊക്കെ കുറവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയായി. നല്ല കിടു ടേസ്റ്റ് തന്നെയാണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നല്ല കാണാനും കഴിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ബിരിയാണിയായി. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ഞാൻ. താങ്ക് യു.